ഹിജാബ് കേവലം ഒരു തുണിത്തുണ്ട്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ കാണുന്ന വസ്ത്രം ഇതൊരു തുണി കഷ്ണം മാത്രമാണോ, അതോ ഒരു ചിഹ്നമാണ്? ഭയത്തിന്റെയോ പ്രതിഷേധത്തിന്റെയോ സ്വാതന്ത്ര്യത്തിന്റെയോ? നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹിജാബിനെ കുറിച്ച്. ലോകമെമ്പാടുമുള്ള ചർച്ചകളിലും കോടതികളിലും തീപ്പൊരി പടത്തുന്ന ഒരു പേര്. എന്താണ് ഹിജാബ്? എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം? എന്തിനാണ് ഇന്ന് ഇത്രയധികം ആളുകൾ ഇതിനെ ഭയപ്പെടുന്നത്? അതിന്റെ 1000 വർഷത്തെ ചരിത്രത്തിലൂടെ നമുക്ക് യാത്ര പോകും. എന്താണ് ഹിജാബ്? അറബിയിൽ ഹിജാബ് എന്ന വാക്കിന് മറയ്ക്കുന്നത് അല്ലെങ്കിൽ തിരശീല എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ഇത് വിനയം എന്ന വലിയ ആശയത്തിന്റെ ഭാഗമായ ഒരു ധാർമ്മിക നിയമമാണെന്നാണ് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേകതരം വസ്ത്രമല്ല. മുഖവും മുൻകൈകളും ഒഴികെയുള്ള ശരീരം മറയ്ക്കുന്ന ഏത് വസ്ത്രവും ഹിജാബിന്റെ പരിധിയിൽ വരുമെന്നാണ് പറയുന്നത്. ഇത് വിശ്വാസത്തിന്റെയും ദൈവത്തോടുള്ള പ്രതിബദ്ധതയുടെ ഒരു പ്രഖ്യാപനമാണ്. ഹിജാബിന്റെ ചരിത്രം ഇസ്ലാമിന് മുമ്പ് തന്നെ ഹിജാബിന്റെ ചരിത്രം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ ജനനത്തിനും എത്രയോ മുമ്പാണ് ഈ ഹിജാബ് തുടങ്ങിയെന്ന് നമുക്ക് ഒന്ന് വിശദമായി നോക്കാം. ക്രിസ്തുവിനും 1300 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയയിലെ അസ്രിയൻ സാമ്രാജ്യത്തിൽ സ്ത്രീകൾ ശിരോവസ്ത്രം ഉപയോഗിച്ചിരുന്നു. മാന്യരായ സ്ത്രീകളെ അടിമകളിൽ നിന്ന് വേർതിരിച്ചറിയാനായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. ഗ്രീസിലും റോമിലും വിവാഹിതരായ സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കുന്നത് ഒരു മാന്യതയുടെ അടയാളമായിരുന്നു. യഹൂദ മതത്തിലും ക്രിസ്തു മതത്തിലും ശിരോവസ്ത്രത്തിന് വലിയ സ്ഥാനമാണ് ഉണ്ടായത്. ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ചുരുക്കത്തിൽ തലമറയ്ക്കുന്നത് ഇസ്ലാമിന്റെ മാത്രം കണ്ടുപിടുത്തമായിരുന്നില്ല, മറിച്ച് ഒരു പ്രാദേശിക സാംസ്കാരിക ആചാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയേണ്ടത്. ഇസ്ലാമിക കാലഘട്ടം ഖുർആനിലെ നിർദ്ദേശങ്ങൾ 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന മാന്യതയുടെ ചിട്ടകളെ കൂടുതൽ ചിട്ടപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഖുർആനിലെ 2 പ്രധാന വാക്യങ്ങളാണ് ഇതിന് അടിസ്ഥാനം. സൂറത്ത് അൽ-നൂർ വിശ്വാസികളായ സ്ത്രീകളോട് അവരുടെ കിമാർ എന്ന് വെച്ച ശിരോവസ്ത്രം നെഞ്ചിലേക്ക് താഴ്ത്തിയിടാൻ കൽപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ സൂറത്ത് അൽ അഹ്സാബ് വിശ്വാസികളുടെ ഭാര്യമാരും പുത്രന്മാരും പുറത്തു പോകുമ്പോൾ ജിൽബ എന്ന് വെച്ചാൽ പുറം വസ്ത്രം, അതുപോലെ അങ്കി ധരിക്കാൻ ആവശ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ അവരെ തിരിച്ചറിയാൻ, അതുപോലെ തന്നെ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഈ കൽപ്പന എന്ന് ഖുർആനിൽ പറയുന്നു. തുടക്കം മുതൽ ഹിജാബ് എന്നത് സുരക്ഷയുടെയും മാന്യതയുടെയും അതുപോലെ വിശ്വാസത്തിന്റെയും ഒരു പ്രഖ്യാപനമായിരുന്നു. ഇസ്ലാമിക ലോകത്ത് നിന്നും ആധുനിക യുഗം, അതുപോലെ രാഷ്ട്രവും പ്രതിഷേധവും, അതുപോലെ തന്നെ 20-ാം നൂറ്റാണ്ടോടെ ഹിജാബ് എന്നത് ഒരു മതപരമായ വിഷയമായി മാറി എന്നതിലുപരി ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയെന്നാണ് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ നിരോധനം എന്ന് പറയുന്നത് തുർക്കി, ഇറാൻ പോലുള്ള രാജ്യങ്ങൾ മതേതരത്വ സ്ഥാനങ്ങൾക്കായി പൊതു ഇടങ്ങളിൽ ഹിജാബ് നിരോധിച്ചു. അവർക്ക് ഈ വസ്ത്രം പിന്നോക്കാവസ്ഥയുടെ ചിഹ്നമായിരുന്നു. എന്നാൽ 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം ഹിജാബ് അവിടെ നിർബന്ധിതമാക്കി. ഇവിടെ അതൊരു മതരാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചിഹ്നമായി മാറിയെന്ന് തന്നെ പറയാം. ഇന്ന് ഹിജാബ് എന്നത് സ്വത്വ രാഷ്ട്രത്തിന്റെ ശക്തമായ പ്രഖ്യാപനമാണ്. ചിലർക്കത് വ്യക്തിപരമായ തെരഞ്ഞെടുപ്പ് വിശ്വാസവും, മറ്റു ചിലർക്കത് സമൂഹത്തോടുള്ള ഒരു പ്രതിഷേധമായിട്ടും ഇന്ന് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഹിജാബിനെ ഭയപ്പെടുന്നത്? നമുക്കതൊന്ന് ഡീറ്റെയിലായിട്ട് പോകാം. ഈ ഭയത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് അടിച്ചമർത്തലിന്റെ പ്രതീകമാണ്. പല പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹിജാബ് സ്ത്രീകളെ അടിച്ചമർത്തുന്നതിന്റെ പുരുഷാധിപത്യ സമൂഹത്തിന്റെ നിയന്ത്രണത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. സ്ത്രീയുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഹിജാബ് നിഷേധിക്കുന്നു എന്നവർ വാദിക്കുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മതേതരത്തിനെതിരായ വെല്ലുവിളിയാണ്. ഫ്രാൻസ്, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ പോലുള്ള മതേതര രാജ്യങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ മതപരമായ ചിഹ്നങ്ങൾ ധരിക്കുന്ന മതേതര തത്വങ്ങളെ ലംഘിക്കുന്നു എന്നൊരു വാദവുമുണ്ട്. മതപരമായ വേർതിരിവ് ദേശീയ ഐക്യം തകർക്കും എന്ന ഭയം ഇതിന് പിന്നിലുണ്ടെന്ന് പറയുന്നു. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് വേറെ ഒന്നുമല്ല, അതൊരു ഭയം തന്നെയാണ്. ലോകമെമ്പാടുമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം സ്വത്വ ചിഹ്നങ്ങളോട് ഒരുതരം ഭയവും മുൻവിധിയും വളർന്നിട്ടുണ്ട്. ഹിജാബ് ധരിച്ചവർ ഈ മുൻവിധികൾ കാരണം പലയിടത്തും വിവേചനം നേരിടുന്നു. ഇനി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭയം ഈ വസ്ത്രം നിർബന്ധിതമാക്കപ്പെടുന്നുവോ എന്നുള്ളതാണ്. ഹിജാബ് എന്നത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണോ അതോ ഭരണകൂടത്തിന്റെ നിയന്ത്രണമാണോ എന്നതിലെ ആശയക്കുഴപ്പമാണ് ഈ ഭയം ജനിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഹിജാബ് തിരഞ്ഞെടുക്കുമ്പോൾ അത് വിശ്വാസത്തിന്റെയും അതുപോലെ തന്നെ വ്യക്തിപരമായ അവകാശത്തിന്റെയും പ്രതീകമാണെന്ന് തന്നെ പറയാം. എന്നാൽ അത് നിർബന്ധിതമാക്കുമ്പോഴാണ് അത് അടിച്ചമർത്തലിന്റെ അടയാളമായി മാറുന്നത്. തന്റെ വിശ്വാസം അനുസരിച്ച് വസ്ത്രം ധരിക്കാൻ ലോകത്തിലെ എല്ലാ സ്ത്രീക്കും അവകാശമുണ്ട്. ഹിജാബ് ധരിക്കുന്ന സ്ത്രീക്ക് അത് ദൈവത്തോടുള്ള സ്നേഹവും സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അഭിമാനവും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു ഹിജാബ് കാണുമ്പോൾ അതിലൂടെ ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെയും ആഴത്തെയും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഹിജാബ് എന്താണ്? ഒരു മതപരമായ ചിഹ്നമോ
രാഷ്ട്രീയ ആയുധമോ അതോ വ്യക്തിപരമായ സ്വാതന്ത്ര്യമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ശരി.